ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മൾ ഗുരുവായൂർ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നലെയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ തൊഴുതു. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് മുതൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ വന്നപ്പോഴത്തേക്കും ഒരു ഫ്ലാറ്റിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാനും അമ്മയും അർജുനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു. എയർബിഎൻബി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല റൂമായിരുന്നു കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 700 മീറ്റേഴ്സാണ് ഇവിടേക്കുള്ളത്. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി മാത്രമാണ് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രി മാത്രമേ തൊഴുതിട്ടുണ്ടായിരുന്നേ. നല്ല തിരക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉത്സവം കൂടി ആവാനായതുകൊണ്ട് അതൊന്ന് ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞങ്ങൾക്ക് ഇന്നലെ കുറേ നേരം നിന്നിട്ടാണ് സ്പെഷ്യൽ ടോക്കൺ എടുത്തിട്ട് പോലും കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക്, അതായത് കോഴിക്കോട്ടേക്ക് പോവാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കുറച്ചായി നിങ്ങളെ കാണിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും നാട്ടിലേക്ക് പോകണത്. എനിക്ക് തോന്നുന്നു ഒരു 12:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുന്നുണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടുന്ന് ഇപ്പോൾ 2.5 മണിക്കൂറുള്ള ഹൈവേ വന്നുകൊണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എണീറ്റു, പക്ഷേ മെല്ലെ പോയാൽ മതിയല്ലോ, നമ്മൾ ചെക്കൗട്ട് ടൈം ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഭയങ്കര അടിപൊളി റൂമല്ല, ബട്ട് സ്റ്റിൽ ഒരു കുഴപ്പമില്ലാത്ത റൂമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് പോവാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു കൃഷ്ണനെയൊക്കെ മേടിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണനെയൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് വേണ്ടിയിട്ട്, പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അത് പാക്ക് ചെയ്ത് പോയി. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണം വിചാരിച്ചു, പക്ഷേ അത് പാക്ക് ചെയ്ത് പോയതുകൊണ്ട് എന്താ പറയുക, പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്ത് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ഇതാ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഫ്ലാറ്റിൻ്റെ ഹാള്. ഒരു ചെറിയ ഹാളാണ് കേട്ടോ. ഈ ഒരു പൈസയ്ക്ക് ഭയങ്കര വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന 2500 ആണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 6 ആൾക്കാരോളം താമസിച്ചിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ കൂടിയിട്ട് 6 പേരോളം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അഡീഷണൽ ബെഡ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളെ സാധനങ്ങളൊക്കെ കാറിലേക്ക് കയറ്റിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് കേട്ടോ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തം ായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ എയർബിഎൻബിയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും. എന്നിട്ട് നമ്മളിനി നേരെ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഒരു സ്ഥലത്ത് പോയി, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോൾ അതിലും വലിയ കോമഡി ആയിരുന്നു. നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പൊറാട്ടയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇഡ്ഡലി മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയെല്ലാം ഒരു പ്ലേറ്റ് ഷെയർ ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇഡ്ഡലി നല്ലതായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഹൈവേ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹൈവേ എന്ന് പറയാൻ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 1.25-2 മണിക്കൂർ കൊണ്ട് ഗുരുവായൂരിൽ കോഴിക്കോട് എത്തും കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൈവേ വന്നത് വലിയൊരു കാര്യമായി. നമുക്ക് ഏത് സ്ഥലത്തേക്ക് എത്താനായിട്ടും ഭയങ്കര ഈസിയാണ്. അതേപോലെ ഞങ്ങൾ പാലക്കാട് പോകുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈവേ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്കാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഈ പണി നടക്കുന്ന വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഇപ്പം നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. പണിയാണെങ്കിൽ ഏകദേശം ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ ഒരാഴ്ച മുന്നേ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും തിരക്ക് പിടിച്ചാണ് വീടിൻ്റെ പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും പ്ലംബിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫേർണിച്ചേഴ്സൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്യുക, അതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഫൈനലായിട്ടുള്ള പരിപാടികളൊക്കെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാൾഡ്രോബ്സൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ 2 സൈഡിലും ഗ്രിൽസൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രിൽസാണ് പുറത്ത് കാണുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഞാൻ ഒരു സാധനം കാണിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അടിപൊളി ഒരു മാവുണ്ട് കേട്ടോ. ഈ മാവിലാണെങ്കിൽ നമുക്ക് കൈ എത്തുന്ന ദൂരത്ത് ഒരുപാട് മാങ്ങകൾ പറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമുക്ക് ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്ന ബാലുവേട്ടൻ. അങ്ങനെ ബാലുവേട്ടൻ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇന്ന് ഞാൻ സമുദ്ര സദ്യ ടേസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അംബിക മെസ്സിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഇവിടുന്ന് സമുദ്ര സദ്യ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് വന്നിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ സമുദ്ര സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫിഷിൻ്റെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കൂന്തൾ, കടുക്ക, ചെമ്മീൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമുദ്ര സദ്യ കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു സമുദ്ര സദ്യേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റേറിയനിലുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഒരു സദ്യയിൽ വെജിറ്റേറിയനിൽ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഫിഷിലാണ് കേട്ടോ കിട്ടുക. അങ്ങനെ അതെല്ലാം ടേസ്റ്റ് ചെയ്തു. എനിക്കൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേൻ്റെ അവിടെ പോയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. അമ്മമ്മ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കുകയാണ്. അമ്മമ്മേൻ്റെ ഉറക്കത്തിൻ്റെ ടൈമാണ്. അപ്പോഴാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാൻ പണ്ട് മുതൽക്കേ നിൽക്കുന്നൊരു വീടാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ഇതുവരെ ഞാനങ്ങനെ നിന്നിട്ടില്ല. ഞാൻ ഫുൾ ടൈം അമ്മൂമ്മേൻ്റെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ +2 കാലഘട്ടം വരെ ഞാൻ ഇവിടെ തന്നെ നിന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. എന്നാലും ഹോസ്റ്റലിൽ ലീവ് കിട്ടിയാൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ പോകാണ്ട് അമ്മമ്മേൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കാറുള്ളത്. നമ്മൾ പണ്ട് മുതലേ കളിച്ച് വളർന്ന സ്ഥലത്ത് നിന്ന് വിട്ടു പോകാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമോഷണലി ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അമ്മമ്മേൻ്റെ വീട്. പിന്നെ അവിടെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ലോങ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത്. ഗുരുവായൂർ പോകണമെന്നിങ്ങനെ വിചാരിക്കെങ്കിൽ കൂടിയിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കുറേ നാളായിട്ട് വീഡിയോസ് എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ടച്ച് വിട്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും നമുക്ക് ഇങ്ങനത്തെ ലോങ് വീഡിയോസ് ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള കുട്ടി കുട്ടി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.